Hi dears, welcome back to Fashion Week Designs, Channadumattam Junction, Kattapana, Grand Central Mall, Moovattupuzha, TMS Central Mall, Perumbavoor, and Mall of Joy Cotton. നമ്മുടെ heavy gold crush, normal gold crush അല്ല, കുറച്ചുകൂടെ ഹെവി ആണ് ഈ ഒരു ഫാബ്രിക്. ഹെവി ഗോൾഡ് ക്രഷ് ഫാബ്രിക്കിൽ വരുന്നൊരു ഹെവി ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് നമ്മൾ കാണുമ്പോൾ. ഹെവി എംബ്രോയിഡറി പാറ്റേൺ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഒരുപാട് കോമ്പിനേഷൻസ് കൊടുത്തിട്ടുള്ളൊരു തിക്ക് എംബ്രോയിഡറി വർക്ക് ആണ്. യോക്കിൽ വരുന്നുണ്ട്, സ്ലീവ്സിൽ വന്നിട്ടുണ്ട്, പിന്നെ അതിന്റെ ദുപ്പട്ട നോക്കിയാലുണ്ട് വളരെ തിക്കായിട്ട് നിൽക്കുന്ന ഒരു ഹെവി ബോർഡർ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത്. നല്ല കളർ ഷെയ്ഡ്സ് ആണല്ല, ഞാൻ ഇട്ടേക്കുന്ന കളർ ഷെയ്ഡ് വരുന്നുണ്ട്. ഇതേപോലെ ഒരു കോപ്പറിഷ് ടോണിൽ വരുന്നൊരു ഷെയ്ഡുണ്ട്, ഈ ഒരു ബ്ലൂ ടോണുണ്ട്, ഓർക്കിഡിന്റെ ഷെയ്ഡുണ്ട്, ഇതേപോലെ ഒരു 10 മണി ഷെയ്ഡ്, ആ ഒരു കൈൻഡ് ഓഫ് മജന്തയുടെയും പർപ്പിളിന്റെ ഒരു ബ്ലണ്ട് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡ്. അപ്പോൾ ഇത്രയും ടോണാണ് ഡീറ്റെയിൽസ്. ഞാൻ ഇട്ടേക്കുന്ന കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അതിലെ വർക്ക് നോക്കി, യോക്കിൽ അത് നല്ല ഹെവി എംബ്രോയിഡറി വർക്കാണ്. ഒരുപാട് കോമ്പിനേഷൻസ്, കളർ കോമ്പിനേഷൻസ് ഇതിൽ വന്നിട്ടുണ്ട്. ആ കോമ്പിനേഷൻസ് തന്നെയാണ് എൻ്റെ ദുപ്പട്ടയിൽ കൊടുത്തിരുന്നുണ്ട്. അതിനകത്തൊരു ലെവൻഡർ ഉണ്ട്, ഓഫ് വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്, ഒരു പീച്ച് പിങ്കിൻ്റെ കോമ്പിനേഷൻസ് വരുന്നുണ്ട്, ഗ്രീൻ ഉണ്ട്, അങ്ങനെ കുറേ കോമ്പിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. നല്ല ഇതുണ്ട്, ഹെവി ഓൾമോസ്റ്റ് ഒരു 7 ഇഞ്ച് ബോർഡറാണ് ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത്. എന്നിട്ട് വൈറ്റ് ടോണിലാണ്, ആ ഒരു പക്ക വൈറ്റ് അല്ല, ഒരു കൈൻഡ് ഓഫ് കുറച്ചൊരു ടസ്റ്റി ആയിട്ട് നിൽക്കുന്ന ഒരു ടോണിലാണ് ആ ഒരു സ്കാലപ്പ് ഫിനിഷ് ചെയ്തേക്കുന്നത്. എൻഡ്സിൽ ഇങ്ങനെ 2 എൻഡ്സിലും ഇതുപോലെ ഒരു സിംഗിൾ ടാസിൽസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ലീവ്സിൽ വരുമ്പോഴും ഇതേപോലെ ഒത്തിരി ഹെവി അല്ലാത്ത ഒരു ലൈറ്റ് ഹാൻഡ് എംബ്രോയിഡറി വർക്ക് സ്ലീവ്സിലും വന്നിട്ടുണ്ട്. അങ്ങനെ അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് നമ്മുടെ ഡാർക്ക് ലെവൻഡർ ടോൺ ആണ് വരുന്നത്. അതിൽ വന്നിട്ട് ഓർക്കിഡ് ലാവൻഡർ ഷെയ്ഡിൽ ആ ഒരു കോമ്പിനേഷൻസ് എല്ലാത്തിലും സെയിം ആണ്. ഈ റെഡും പീച്ച് പിങ്കും യെല്ലോയുടെയും പേസ്റ്റൽ ഗ്രീൻ്റെയും ഒക്കെ കോമ്പിനേഷൻസ് ആണ് വർക്കിൽ വന്നിരിക്കുന്നത്. ആൻഡ് സ്ലീവ്സ്, ഇത് സ്ലീവ്സ് മാത്രമല്ല, ഞാൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വരുന്നുണ്ടോ, അതായത് ഹെവി ആയിട്ട് ഈ ഒരു എംബ്രോയിഡറി പാച്ചാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ടോപ്പിൻ്റെ എൻഡിലും കൊടുക്കാം, ഇതുണ്ടോ, ടോപ്പിൻ്റെ എൻഡിലും കൊടുക്കാം ആൻഡ് സ്ലീവ്സിലും കൊടുക്കാം. അത്രയും കൊടുക്കാനുള്ള ഇത് നമ്മളിതിൽ ചെയ്തിട്ടുണ്ട്. ഇഷ്ടമുള്ള പോലെ അതുകൊണ്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ ടോപ്പിലെ വർക്ക്. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. നല്ല ഹെവി എംബ്രോയിഡറി വർക്കാണ്. അതും കുറച്ചുകൂടെ കണ്ടാലൊരു ഹാൻഡ് വർക്ക് ഫിനിഷിൽ ബൾജ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പ് എംബ്രോയിഡറി വർക്കാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. നല്ല തിക്ക് ബോർഡറാണ് ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത്. ഒരുപാട് കോമ്പിനേഷൻസിലുള്ള തിക്ക് ബോർഡർ വർക്കാണ്. ഹെവി ഗോൾഡ് ക്രഷ് ഫാബ്രിക്കാണ്. നോർമൽ ഗോൾഡ് ക്രഷ്, ഇതിൽ അത്യാവശ്യം കുറച്ചുകൂടെ ഹെവി ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക്കാണ്. അതിലാണ് ഈ ഒരു വർക്ക്. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്ന ഇതൊരു സ്പെഷ്യൽ ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ്. നമ്മുടെ കോപ്പറും കുറച്ചൊരു ബ്രിക്കിൻ്റെ ഒക്കെ ബ്ലണ്ട് ആയിട്ട് നിൽക്കുന്ന, ബ്രിക്ക് റെഡിൻ്റെ ഒക്കെ ബ്ലണ്ട് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡിൽ. എല്ലാത്തിലെയും ആ എംബ്രോയിഡറി കോമ്പിനേഷൻസ് സെയിം തന്നെയാണ്, വേറെ കോംബോ കൊടുത്തിട്ടുള്ളത്. അതായത് ഇതിൽ ഒരുപാട് ഈ പിങ്കും പീച്ചും ഏത് കളേഴ്സിനൂടെ വന്നാലും ആ ഒരു കോമ്പിനേഷൻസ് ഭയങ്കരമായിട്ട് മാച്ചിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പിനേഷൻസ് ആയതുകൊണ്ട് തന്നെ എല്ലാത്തിലും അത് മാച്ച് ആവുന്ന കോമ്പിനേഷൻസ് ആണ് ഇതുണ്ട്. അതുപോലെ ഡാമനിലും സ്ലീവ്സിലും കൊടുക്കാനുള്ള ഒരു പാച്ച് വർക്കാണ് ഇതിൽ. സൈഡ്സിൽ അത് സ്റ്റിച്ച് ചെയ്താണ് വെച്ചേക്കുന്നത്. സോ നിങ്ങൾക്ക് ഇത് ഈ ഒരു സ്റ്റിച്ച് മാറ്റി നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ബോട്ടോ ലൈനിങ്ങും വരുന്നുണ്ട്. ഇതാണ് ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. ഹെവി ബോർഡർ വർക്ക് ദുപ്പട്ട, ബോട്ടോം ലൈനിങ്ങും ഹെവി സാൻഡൂൺ ഫാബ്രിക്കിൽ തന്നെ വരുന്ന ബോട്ടോ ലൈനിങ്ങും ആണ്. 2 എൻഡ്സിലും ഇങ്ങനെ ടാസിൽസ് കൊടുത്തിട്ടുണ്ട്, സിംഗിൾ ടാസിൽസ് ആയിട്ടാണ് അത് വന്നിരിക്കുന്നത്. ടോപ്പിന് ലെങ്ത് 2.6 മീറ്റർ ആണ്. ഇതാണ് അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു ഇതൊരു ടോക്യൂസ് എന്ന് പറയത്തില്ല, കുറച്ചുകൂടി ഒരു കൊബാൾട്ട് ബ്ലണ്ടായിട്ട് നിൽക്കുന്ന ആ ഒരു ബ്ലൂ ഉണ്ടല്ലോ, അങ്ങനത്തെ ടൈപ്പ് ഒരു ഷെയ്ഡാണ് ഇത് വന്നിരിക്കുന്നത്. നല്ല കളർ ഷെയ്ഡ്സ് ആണ് എല്ലാം വന്നിരിക്കുന്നത്. വീഡിയോയിൽ കാണുന്നതും അടിപൊളിയാണതും. ഗോൾഡ് ക്രഷ് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡി ഫാബ്രിക്കാണ്. അതിൻ്റെ ഹെവി ഫാബ്രിക്കിലാണ് ഇത് വന്നിരിക്കുന്നത് വിത്ത് ഹെവി വർക്ക്. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ഡ്രാഗൺ മജന്ത ടോൺ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പോലെ നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. നല്ലൊരു കളർ ഷെയ്ഡ്സ് ആണ്, എല്ലാം നല്ല കളറായിട്ട് നിൽക്കുന്ന ഷെയ്ഡ്സ് ആണ്. ഹെവി ഗോൾഡ് ക്രഷ് ഫാബ്രിക്കിൽ ഹെവി ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി പാറ്റേൺ ആണ്. വിത്ത് ഡയമണ്ട് ആൻഡ് സ്ലീവ്സിൽ വർക്ക് വരുന്നുണ്ട്. റേറ്റ് 1380, 1380 ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.